എസ്ഒജി കമാൻഡോ വിനീത ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റാരോപിതനായ അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിന് ഡിജിപിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ. വിശിഷ്ട സേവനത്തിന് ഡിജിപി പുറത്തിറക്കിയവരുടെ പട്ടികയിൽ എസി അജിത്തും ഉൾപ്പെടുന്നു. വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിലും അജിത്തിനെതിരെ പരാതിയുണ്ട്. ശിവദാസ് കന്മനം വിവരങ്ങളുമായി ചേരുന്നു. ശിവദാസ്, വിശദാംശങ്ങൾ. അരീക്കോടുള്ള എസ്ഒജി ക്യാമ്പിൽ വെച്ച് സ്വയം വെടിവെച്ച് മരിച്ച വിനീത് മരിച്ച സംഭവത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് എസി അജിത്തിനെതിരെ ഉയർന്നിരുന്നത്. ഈ സംഭവത്തിൽ അദ്ദേഹത്തിനെതിരെ പരാതികളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അജിത്തിന് വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ കൂടി നൽകുകയാണ്. ഡിജിപിയുടെ മെഡൽ പട്ടികയിലാണ് അജിത്തിന്റെ കൂടി പേര് ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് ഏകദേശം 300ഓളം പേർക്കാണ് ഇത്തരത്തിൽ വിവിധ വിഭാഗങ്ങളിലായി വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ നൽകുന്നത്. 2023 ഉദ്യോഗസ്ഥർക്കാണ്, 2023 മികച്ച സേവനം നടത്തിയ ഉദ്യോഗസ്ഥർക്കാണ് ഇത്തരത്തിൽ മെഡൽ നൽകുന്നത്. ഈ പട്ടികയിലാണ് അജിത്തിന്റെ പേര് കൂടി ഉൾപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, അജിത്ത് നിരവധി തവണ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നേരിട്ട ഒരു വ്യക്തി കൂടിയാണ്, ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. മുൻപ് പാലക്കാട് നൂറണി സ്വദേശിയായ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ അജിത്തിനെതിരെ പരാതി ഉണ്ടായിരുന്നു. രേഖാമൂലമുള്ള പരാതി തന്നെ ഇദ്ദേഹത്തിനെതിരെ ഡിജിപിക്ക് അവർ നൽകിയിരുന്നു. ഇത്തരത്തിൽ നിരവധി പരാതികൾ അജിത്തിനെതിരെ ഉയർന്നിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അരീക്കോട് എസ്ഒജി ക്യാമ്പിൽ സ്വയം വെടിവെച്ച് മരിച്ച വിനീത് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ അടക്കം അജിത്തിന്റെ പേര് കൃത്യമായി തന്നെ സൂചിപ്പിച്ചത്. മേലുദ്യോഗസ്ഥരുടെ ക്രൂരമായ പീഡനമാണ്, മാനസികമായ പീഡനമാണ് തന്റെ ജീവൻ നഷ്ടപ്പെടാനുള്ള കാരണം എന്ന് അദ്ദേഹം തന്റെ സുഹൃത്തിന് അയച്ച വാട്സാപ്പ് സന്ദേശത്തിലും അതോടൊപ്പം തന്നെ അദ്ദേഹം മെമ്മോക്ക് നൽകിയ മറുപടി കത്തിലുമെല്ലാം തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ഇപ്പോൾ ഡിജിപി തന്നെ ഒരു മെഡൽ നൽകി ആദരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ നൽകുന്നത്. അദ്ദേഹത്തിനെതിരെ നിരവധി കമാൻഡോകളാണ് പരാതികൾ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഈ വിനീതിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ വിനീതിന്റെ സഹപ്രവർത്തകർ കൂടിയായ കമാൻഡോകൾ മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയിലും അജിത്തിനെതിരായ പരാമർശങ്ങൾ ഉണ്ട്. അജിത്തിന്റെ പീഡനമാണ് ഇത്തരത്തിൽ വിനീതിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്ന മൊഴികൾ ഇപ്പോൾ മറ്റു കമാൻഡോകളും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് അജിത്തിന് വിശിഷ്ട മെഡൽ നൽകാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, അജിത്ത് നിലവിൽ എസി ആയി തുടരുന്നത്, എസ്ഒജി ക്യാമ്പിൽ എസി ആയി തുടരുന്നത് ചട്ടവിരുദ്ധമായാണ്. കാരണം 2 വർഷം മാത്രമാണ് ഈ തസ്തികയിലെ കാലാവധി. 2017 മുതലാണ് എസി അജിത്ത് ഈ തസ്തികയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ 2023 7 വർഷത്തോളം ഈ ഒരു തസ്തികയിൽ അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. 2 വർഷം കഴിഞ്ഞാൽ സാധാരണ ഈ തസ്തികയിൽ നിന്നും മാറ്റാറുണ്ട്. അങ്ങനെയാണ് പതിവ്, ചട്ടവും അത് തന്നെയാണ്. എന്നാൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് അജിത്ത് ഇത്തരത്തിൽ ഇപ്പോഴും അതേ തസ്തികയിൽ തന്നെ തുടരുന്നത്. എന്തായാലും അജിത്തിന് ശിവദാസ് കർമ്മനമാണ് വിവരങ്ങൾ നൽകിയത്.